أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് അവനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ മാസങ്ങളിലാണ് നമ്മളുള്ളത്. ഹജ്ജിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു. പല നാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ ഹജ്ജ് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നിർഭയത്വത്തോടുകൂടി പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്ന ഹജ്ജാജികൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നമ്മൾ കേൾക്കാറുള്ള ഇബ്രാഹിം മില്ലത്തിനെ കുറിച്ച്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം, അതാണ് യഥാർത്ഥ മാർഗം, അതാണ് വിജയത്തിൻ്റെ മാർഗം, അതാണ് റബ്ബിൻ്റെ തൃപ്തി നേടുന്ന മാർഗം. സ്വർഗത്തിലെത്തപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അത് മില്ലത്ത് ഇബ്രാഹിം മാത്രമാണ്. തീർച്ചയായിട്ടും ആ പ്രവാചകൻ വിളിച്ച് വിളംബരം ചെയ്ത ആ ഹജ്ജിലേക്കാണ് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, നീ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യണം. ആരോരുമില്ലാത്ത തൻ്റെ മകനെ കൂട്ടി ആ അള്ളാഹുവിൻ്റെ പുരാതനമായ ഗേഹം അത് പുനർനിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ആ പ്രവാചകനോട് അവിടെ നിന്ന് കൽപ്പിക്കാൻ, അവിടെ നിന്ന് വിളംബരം ചെയ്യാൻ പറഞ്ഞ ഹജ്ജ് കൊണ്ട് നീ വിളംബരം ചെയ്യണം ജനങ്ങളോട്. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നിൻ്റെ അടുത്തേക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് എല്ലാ ഇടുങ്ങിയ പാതയിലൂടെയും നടന്നുകൊണ്ടും വാഹനപ്പുറത്തേറിയും ആളുകൾ വന്നുകൊള്ളും എന്ന് പറഞ്ഞ ഒരു ദൃഷ്ടാന്തമായിട്ട് നിലനിൽക്കുന്ന ഹജ്ജ് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. ഹജ്ജിൻ്റെ ഈ വേളകളിൽ മാത്രമല്ല ഇബ്രാഹിം മില്ലത്ത് ഉണ്ടാകേണ്ടത്. ജീവിതത്തിലെല്ലാ സമയത്തും ഓരോ നിമിഷവും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം തുടങ്ങുമ്പോഴും ഫജ്ർ നമസ്കാരത്തിന് ശേഷം നാം എല്ലാം പറഞ്ഞു പോകുന്നത് ആ ഇബ്രാഹിം മില്ലത്തിലായിരിക്കും ഞാൻ. എൻ്റെ ജീവിതം തുടങ്ങുന്നതും എൻ്റെ ജീവിതം തീർക്കുന്നതും ഇബ്രാഹിം മില്ലത്തിലായിരിക്കുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഓരോ വിശ്വാസിയും നടത്തേണ്ടത്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ഫിത്രത്തിൽ ഞാനായിരിക്കുന്നു. ഇസ്ലാം ദീനിൻ്റെ ഫിത്രത്തിലായിരിക്കും, അതിൻ്റെ മാർഗത്തിലായിരിക്കും ഞാൻ എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. അല്ലാഹുവേ, നീയല്ലാതെ എനിക്ക് സഹായം ചോദിക്കാൻ, എനിക്ക് സഹായം തേടാൻ, എന്നെ കാത്തുരക്ഷിക്കാൻ, എനിക്ക് ഭയപ്പെടാൻ, അതുപോലെ തന്നെ എനിക്ക് ഭക്ഷണം നൽകാൻ, എനിക്ക് വെള്ളം നൽകാൻ, അതുപോലെ മറ്റേത് കാര്യത്തിനും നിന്നിലേക്കല്ലാതെ എൻ്റെ പ്രതീക്ഷയില്ല
എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വഅലാ കലിമത്തുൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ദീനാണോ എൻ്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്, ആ ദീനായിട്ടായിരിക്കും, ആ ദീനനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതം ഞാൻ ജീവിച്ച് തീർക്കുന്നത്. ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്നു വഅലാ മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. വഅലാ മില്ലത്തി അബീന, ഞങ്ങളുടെ ബാപ്പയായ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിലായിരിക്കും. അദ്ദേഹം ഹനീഫൻ മുസ്ലിമൻ, ഋജുമനസ്കനായ മുസ്ലിമായ, വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കൽ പോലും ശിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും ഏൽക്കാത്ത, അതിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിലായിരിക്കും എന്ന് നമ്മൾ ഓരോ വിശ്വാസിയും പറയേണ്ടതാണ്, പ്രഖ്യാപിക്കേണ്ടതാണ്, പ്രതിജ്ഞ എടുക്കേണ്ടതാണ് ഓരോ രാവിലെയും. അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു ഓർമ്മപ്പെടുത്തൽ, നാം മില്ലത്ത് ഇബ്രാഹിമിലാണോ എന്ന് ചിന്തിക്കാൻ. നമുക്കറിയാം എന്താണ് മില്ലത്ത് ഇബ്രാഹിം എന്ന്. നമ്മൾക്കറിയില്ലെങ്കിൽ പഠിക്കണം. മില്ലത്ത് ഇബ്രാഹിം വിശാലമായതാണ്. മില്ലത്ത് ഇബ്രാഹിമാണ് ദീനുൽ ഇസ്ലാം. മില്ലത്ത് ഇബ്രാഹിമാണ് നമ്മുടെ ജീവിത വ്യവസ്ഥ. മില്ലത്ത് ഇബ്രാഹിമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ആ മാർഗം. മില്ലത്ത് ഇബ്രാഹിമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം. മില്ലത്ത് ഇബ്രാഹിമുമായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചിന്തിച്ചു പോയാൽ അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പഠിക്കണം. എന്താണ് മില്ലത്ത് ഇബ്രാഹിം? നമ്മുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് മാറിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതം കേട്ടുപോകുന്നു ഓരോ വർഷവും ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തെല്ലാം നമ്മൾ കേട്ടുപോകുന്ന ഇബ്രാഹിം മില്ലത്തിലാണോ എൻ്റെ ജീവിതമെന്ന് പരിശോധിക്കുകയും, അതല്ലെങ്കിൽ നമ്മൾ അടുത്ത നിമിഷം മരിച്ചു പോകുമ്പോൾ ആ മാർഗത്തിലായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയായിരിക്കണം നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടത്. കേവലം കേട്ടുപോകുന്ന, അല്ലെങ്കിൽ പല ആവർത്തി ഞങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പലരിലൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആ മില്ലത്ത് ഇബ്രാഹിമിലായിരിക്കണം എൻ്റെ ജീവിതം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കൽപ്പന വന്നിട്ടുണ്ട്. സുമ്മ ഔഹൈന ഇലൈക, പ്രവാചകരെ താങ്കൾക്ക് ഇതാ വഹി നൽകുന്നു നാം, അനിത്തബഅ മില്ലത ഇബ്രാഹിം, നീ മില്ലത്ത് ഇബ്രാഹിമിനെയാണ് പിൻപറ്റേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെയാണ് പിൻപറ്റേണ്ടത്. എന്താണത്? വമാ കാന മിനൽ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഹനീഫായിരുന്നു, അതുപോലെ മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ പെട്ടവനേ അല്ലായിരുന്നു എന്ന് ആവർത്തിച്ച് ഏതാണ്ട് ഖുർആനിൽ 69 പ്രാവശ്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്. 25ഓളം സൂറത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇങ്ങനെ ഓതി വെക്കുന്നുണ്ട്. മറ്റൊരു പ്രവാചകന്മാരുടെയും സിഫാത്തുകൾ പറയാത്ത രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഗുണങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഉമ്മയോട്, ബാപ്പയോട്, കുടുംബത്തോട്, മക്കളോട് എങ്ങനെയായിരുന്നു, ഒരു ബാപ്പ എന്ന രീതിയിൽ, ഒരു മകൻ എന്ന രീതിയിൽ, ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ, അതുപോലെ തന്നെ കുടുംബത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടെന്ന രീതിയിൽ എല്ലാം അള്ളാഹു സവിസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കുൽ, പ്രവാചകരെ പറയുക, പറഞ്ഞു പഠിപ്പിക്കുക, സദഖല്ലാഹ്, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു അള്ളാഹു. എന്താണ് സത്യം? ഫത്തബിഉ മില്ലത ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെയാണ് പിൻപറ്റേണ്ടത്. ഇനി ആ മില്ലത്ത് പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ആവർത്തിച്ച് അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 2 ഗുണങ്ങൾ, 3 ഗുണങ്ങൾ അതിൽ ചേർത്ത് പറയാറുണ്ട്. ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ.
ഹനീഫാണ്, ഋജുമനസ്കനാണ്, വക്രതയില്ലാത്തവനാണ്, മുസ്ലിമാണ്, സർവവും സമർപ്പിച്ചവനാണ്, കീഴൊതുങ്ങിയവനാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്തിട്ടേയില്ല. ഒരു പ്രവാചകനെ കുറിച്ച് ഖലീൽ എന്ന് അല്ലാഹു പറഞ്ഞ് വിശേഷിപ്പിച്ച കൂട്ടുകാരനായിട്ട് സ്വീകരിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മുശ്രിക്കല്ല എന്ന് അല്ലാഹു ആവർത്തിച്ച് പറയണമെങ്കിൽ ആ ശിർക്കിന്റെ ഗൗരവം തീർച്ചയായിട്ടും മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം പറഞ്ഞു പോകേണ്ട ആ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു പോകേണ്ടതല്ല. എന്താണ് ശിർക്കെന്ന് പഠിക്കണം. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ എപ്പോഴെങ്കിലും ശിർക്ക് വന്നു പോകുന്നുണ്ടോ? അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അല്ലാഹുവേ, ഞാൻ അറിഞ്ഞ് ചെയ്തു പോകുന്ന ശിർക്കിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അറിയാതെ ചെയ്തു പോകുന്ന ശിർക്ക് എനിക്ക് പുറത്തു തരണേ എന്നുള്ള ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു എന്ന് പറഞ്ഞു പോകുന്ന ആ പ്രാർത്ഥന പഠിപ്പിച്ചത്. ശിർക്കിന് അത്രയ്ക്ക് ഗൗരവമുണ്ട്. ശിർക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരുന്ന, നമ്മറിയാതെ നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും രീതിയിൽ വീഴ്ച വന്നു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പഠിക്കണം, ജാഗ്രതയോടുകൂടി നിൽക്കണം. കാരണം ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം വമാ കാന മിനൽ മുശ്രിക്കീൻ അത് പ്രഖ്യാപിക്കാൻ നമ്മളോടും പറഞ്ഞു. വമാ കാന മിനൽ മുശ്രിക്കീൻ വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനെയല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമ്മോട് പറയുമ്പോൾ എത്ര കൃത്യമാണ്. അതുകൊണ്ട് ശിർക്കിനെ കുറിച്ചുള്ള ഗൗരവം, ആ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച, നിലകൊണ്ട, തൗഹീദിന്റെ ആൾരൂപമായിട്ട് ജനങ്ങൾക്ക് മുന്നേ, ബാപ്പയ്ക്ക് മുന്നേ, അതുപോലെ തന്നെ കുടുംബത്തിന് മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ, രാജാവിന് മുന്നിൽ തൻ്റെ ആദർശം വിളിച്ചു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദായിരുന്നു ജീവിതം മുഴുവൻ. അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അള്ളാഹുവിലേക്ക് മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന, എല്ലാം അള്ളാഹുവിങ്കൽ നിന്ന്, എല്ലാം അള്ളാഹുവിലേക്ക്, എല്ലാം അള്ളാഹുവിനോട്, എല്ലാം അള്ളാഹുവിങ്കൽ നിന്ന് എന്ന് ചിന്തിക്കുന്ന, എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു എന്ന ചിന്ത മാത്രം, അതിനപ്പുറത്തേക്കൊന്നില്ല. റബ്ബിനെ കുറിച്ച് ഓർക്കുന്ന, റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്ന, റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന, റബ്ബിലേക്ക് മാത്രം സമർപ്പിക്കുന്ന, റബ്ബിലേക്ക് തവക്കുലർപ്പിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാണ് ഇബ്രാഹിം മില്ലത്ത്. ഇബ്രാഹിം മില്ലത്തിന്റെ ആദ്യ പാഠം തൗഹീദ് തന്നെയാണ്. എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച പ്രവാചകൻ. അങ്ങനെ ആ സമർപ്പിച്ച പ്രവാചകനെ അള്ളാഹു ഖലീലായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഖലീലായിട്ട്, കൂട്ടുകാരനായിട്ട് സ്വീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കാതെ അള്ളാഹു വിട്ടില്ല. പരീക്ഷണങ്ങളുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏത് രീതിയിലാണ് ക്ഷമിച്ചതെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ എങ്ങനെയാണ് ജീവിതം റബ്ബിന് സമർപ്പിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് നമ്മൾ കീഴൊതുങ്ങേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഗുണങ്ങൾ, ഏതാണ്ട് 10-14 ഗുണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഒരു ഉമ്മത്തിന് ചെയ്തു തീർക്കേണ്ട പണി അദ്ദേഹം ഒറ്റക്ക് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞാൽ, ഒരു സമുദായത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു സമുദായം ചെയ്തു തീർക്കേണ്ടത് വിളിച്ചു പറഞ്ഞു. തൻ്റെ ജീവിതത്തിലൂടെ താൻ നടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാമായിരുന്നു. സമൂഹത്തോട് പ്രബോധനം ചെയ്യാൻ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിലേക്ക് മാത്രമേ എൻ്റെ ജീവിതമുള്ളൂ, അള്ളാഹുവിലേക്കാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നതെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നത് ഞാൻ അള്ളാഹുവിനാണെന്ന് സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട്, ഒരു സമൂഹത്തിന്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഒറ്റക്ക് ചെയ്തു തീർത്തവൻ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാന ഉമ്മത്തൻ ഖാനിതൻ, അള്ളാഹുവിന് കീഴൊതുങ്ങി, ഒരു ഉപാധിയും വെക്കാതെ കീഴൊതുങ്ങി. ഒരു ഉപാധിയുമില്ല, മറുത്തൊരു വർത്താനമില്ല, ഒന്നുമില്ലാതെ ഖാനിതൻ, ഉപാധി വെക്കാതെ കീഴൊതുങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഹനീഫൻ, വക്രതയില്ലാത്തവൻ, കപടതയില്ലാത്തവൻ, നേർക്കുനേരെ റബ്ബിലേക്ക് മാത്രം. ആരും വേണ്ട റബ്ബിന്റെ ഇടയിൽ. എനിക്കല്ലാഹു മാത്രം മതി. തീയിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് തീ കുണ്ടാരം ഒരുക്കി നിർത്തിയിട്ട് അതിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചാരമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ
ഭീമാകാരമായ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഇബ്രാഹിമേ, എന്നിൽ നിന്നും എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹദീസിലൂടെ കാര്യം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി കാരണമായിട്ട്, കാര്യകാരണബന്ധമായിട്ട് വേണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടാമായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടത് എനിക്കല്ലാഹു മതി, ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ. എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഏത് വക്കീലാണുള്ളത്? അതാണ് ദൃഢമായ വിശ്വാസം. ഏത് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ, അടുത്ത നിമിഷം വലിച്ചെറിഞ്ഞാൽ അദ്ദേഹം ഖാനിത്തായിരുന്നു, യഖീനുള്ള ഉറച്ച വിശ്വാസമുള്ള റബ്ബിലേക്ക് കീഴൊതുങ്ങിയവൻ. ഹസ്ബി അല്ലാഹു മതി എനിക്ക്, വ നിഅ്മൽ വക്കീൽ, എൻ്റെ കാര്യമേൽപ്പിക്കാൻ അതിനപ്പുറത്തേക്ക് ഒരാളില്ല എന്ന് പറയുന്ന മറുപടി വന്നു. അള്ളാഹുവിൻ്റെ മറുപടി വരും. തവക്കുൽ ചെയ്താൽ അള്ളാഹുവിന്റെ മറുപടി കിട്ടും. അപ്രകാരം അള്ളാഹുവിനെ കാണും പോലെ ആരാധിച്ചാൽ, മുഹ്സിനായാൽ, അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്ന റബ്ബിനെ നീ കാണും പോലെ ആരാധിച്ചാൽ, നീ തവക്കുൽ ചെയ്താൽ, നീ സഹായം ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉത്തരം കിട്ടി. നിനക്ക് ചുട്ടുകരിക്കാനുള്ള ചൂടുള്ള നിന്റെ കഴിവുകൾ അതെല്ലാം ഇബ്രാഹിമിന് നീ ആക്കി കൊടുക്കേണ്ടത്. നീ തണുപ്പാകണം, നീ രക്ഷയാകണം. ഇബ്രാഹിമിനെ ഒന്നും ചെയ്യരുത്. തീക്കുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന രംഗം അത് തവക്കുലിന്റെ പ്രതിഫലനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം തവക്കുലിലായിരുന്നു. എല്ലാം അർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പരീക്ഷണങ്ങൾ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന, പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് മില്ലത്ത് ഇബ്രാഹിം അറിയില്ല. എന്താണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് അറിയില്ല. 90% വരുന്ന, അല്ല അതിനപ്പുറത്തേക്ക് മുസ്ലിം സമൂഹം വിഷമങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആരെ വിളിച്ച് സഹായം ചോദിക്കണമെന്നുള്ള ചർച്ചയിലാണ്. ഇവിടെ ജിന്നായിരിക്കാം, മലക്കായിരിക്കാം ചർച്ചയിൽ വരുന്നത്, മഹാന്മാരായിരിക്കാം, മക്ബറകളായിരിക്കാം, അതുപോലെ മറ്റേത് പ്രവാചകന്മാരെയെല്ലാം ഇടയിൽ നിർത്താമെന്ന് പറയുന്നവരോട് പറഞ്ഞു കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബ്ബിലേക്കല്ലാതെ പ്രതീക്ഷ അർപ്പിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ ഒരുത്തനെയും കൊണ്ടുവന്നിട്ടില്ല. മലക്ക് നേർക്ക് നേരെ വന്ന് നിന്നുകൊണ്ട് എന്ത് സഹായം വേണമെന്ന് ചോദിച്ചപ്പോഴും ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിൽക്കുന്നവൻ എങ്ങനെയാണ് സംവാദങ്ങൾ നടത്താൻ തയ്യാറാകുന്നത്? എങ്ങനെയാണ് ആരോട് സഹായം ചോദിക്കണമെന്നുള്ളതിന് തർക്കം? അത് ശിർക്കാണോ? അത് വസീലത്ത് ശിർക്കാണോ? അതല്ല അത് ഇസ്തിഗാസയാണോ? അത് നമുക്ക് ജായിസാണോ അതോ ഹറാമാണോ? ഇതെല്ലാം ചർച്ച ചെയ്യാൻ എങ്ങനെ ഒരു മുസ്ലിമിന് കഴിയും? ഇബ്രാഹിം മില്ലത്തിലേക്ക് മടങ്ങട്ടെ. അള്ളാഹു മാത്രമാണ് രക്ഷപ്പെടുത്താൻ. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അവിടെ മറ്റൊരാളില്ല, മറ്റൊരു സംവിധാനമില്ല, മറ്റൊരു ശക്തിയില്ല, മറ്റൊരു വ്യക്തിയില്ല. അത് പ്രവാചകന്മാരാണെങ്കിലും, അത് മഹത്തുക്കളാണെങ്കിലും, അത് ജിന്നാണെങ്കിലും, അത് മലക്കാണെങ്കിലും, മറ്റൊരു സംവിധാനവുമില്ലാതെ റബ്ബിലേക്ക് മാത്രം ചോദിക്കുന്ന ആ മതമാണ് മില്ലത്ത് ഇബ്രാഹിം. ആ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന മതമാണ് മില്ലത്ത് ഇബ്രാഹിം. ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുന്ന മതമാണ് മില്ലത്ത് ഇബ്രാഹിം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആവർത്തിച്ച് വ്യത്യസ്തമായ ആയത്തിലൂടെ നമുക്കറിയാം. നമ്മൾ കടന്നു പോകുമ്പോൾ അറിയാം ഓരോ രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ നേരിട്ടതെന്നറിയാം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതീക്ഷകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഏതാണ്ട് 90 വയസ്സ് വരെ മക്കളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. നമുക്കൊരു ചെറിയൊരു കാര്യം കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന നമ്മൾ ഇബ്രാഹിം മില്ലത്തിലേക്ക് മടങ്ങണം. ഒന്നുമില്ല. ബാപ്പയിൽ നിന്നും ബാപ്പയോട് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ബാപ്പയോട് യാ അബത്തി അല്ലയോ പൊന്നു ബാപ്പ
എന്തിനെയാണ് താങ്കൾ ആരാധിക്കുന്നത്? എന്തിനെയാണ് താങ്കൾ ആരാധിക്കുന്നത്? കേൾക്കാത്ത, കാഴ്ചയില്ലാത്ത, നിങ്ങളെ കാണാത്ത, കേൾക്കാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഈ കാണുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് തൗഹീദ് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ കഴിയും. പരീക്ഷണങ്ങളുടെ തുടക്കം അവിടെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പറയുന്ന വാക്കുകൾ ബാപ്പയോട് പറയുമ്പോൾ യാ അബത്തി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് അൽ ഹലീമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കൃത്യമായി ഓരോരുത്തരോടും പെരുമാറേണ്ട രീതിയിൽ പെരുമാറാൻ കഴിയുന്ന സഹനമുള്ള, ക്ഷമയുള്ള ഹലീമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ബാപ്പയോട് പറഞ്ഞത് യാ അബത്തി, എൻ്റെ ബാപ്പ, താങ്കൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ബാപ്പയുടെ മറുപടി എന്താണ്? ല അർജുമന്നക വഹ്ജുർനി മലിയ. ഈ രീതിയിൽ ആക്ഷേപിച്ചാൽ, എൻ്റെ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ, എൻ്റെ വിഗ്രഹങ്ങളെ ആക്ഷേപിച്ചാൽ, എൻ്റെ ദൈവങ്ങളെ ആക്ഷേപിച്ചാൽ നിന്നെ വലിച്ചെറിയും, നിന്നെ കല്ലെറിയും, നിന്നെ ആട്ടിയോടിക്കും. അതുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന വാക്കുണ്ട്, ഖാല സലാമുൻ അലൈക്, ഖാല സലാമുൻ അലൈക്. ബാപ്പയോട് എനിക്ക് ദേഷ്യമില്ല, ബാപ്പ എന്ന രീതിയിൽ എനിക്ക് ദേഷ്യമില്ല, പക്ഷെ ആദർശത്തിന്റെ പേരിൽ ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. സലാമുൻ അലൈക്, ഞാനിതാ ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ പുറത്തേക്കിറങ്ങി ജനങ്ങളോട് പറഞ്ഞു, അവിടെ നിന്നും മാറ്റി ഓടിച്ചു, അവിടെ നിന്നും ആ തീയിലേക്കെറിയാൻ തീരുമാനിച്ച്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നൊരു മറുപടിയുണ്ട്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി. പറയാൻ കഴിയണം. നാട്ടിൽ ചെന്നിട്ട് കൂടെ നിൽക്കാനല്ല നിൽക്കേണ്ടത്. നമ്മുടെ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ ബന്ധക്കാരാണ്, അല്ലെങ്കിൽ സ്വന്തക്കാരാണ്, നാട്ടുകാരാണ്, അയൽപക്കക്കാരനാണ്, അവനോട് എങ്ങനെ ഞാൻ തുറന്നു പറയും? അവൻ വെച്ച് വിളമ്പിയ കുത്തുബിയത്തിന്റെ ചോറ് തിന്നാൻ നമുക്ക് കഴിയാൻ അത് പാടില്ല. ഒരു വിശ്വാസി ഇബ്രാഹിം മില്ലത്തിലാണെങ്കിൽ കുത്തുബിയത്തിന്റെ ചോറ് എങ്ങനെ തിന്നും? മൗലിദിന്റെ ചോറ് എങ്ങനെ തിന്നും? പറയാൻ കഴിയണം, എനിക്കത് കഴിയില്ല, എനിക്ക് തിന്നാൻ കഴിയില്ല, അത് ഇന്നതാണ്, അത് ശിർക്കാണ്, അത് വിദഅത്താണ്. ഈ വിദഅത്തിനെതിരെ, ശിർക്കിനെതിരെ എൻ്റെ ഇബ്രാഹിം, എൻ്റെ ബാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയാണോ അതിനെ പ്രതിരോധിച്ചത്, അതിനെതിരെ പ്രതികരിച്ചത്, അതിൽ തന്നെയാണ് ഞാനും. തുറന്നു പറയാൻ കഴിയണം. അങ്ങനെ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, എനിക്കാരും വേണ്ട, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങുകയാണ്. സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കും. എത്ര വിശ്വാസമാണ് അല്ലേ? എത്ര ചങ്കൂറ്റത്തോടുകൂടി ആ ഹൃദയത്തിൽ ഉറപ്പുള്ള വിശ്വാസവുമായിട്ട് കടന്നു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ റബ്ബുണ്ട്, ഞാൻ റബ്ബിലേക്കാ പോകുന്നത് അല്ലേ? ആ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ റബ്ബിലേക്ക് മാത്രം തവക്കുലുകൾ അർപ്പിക്കുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ അവനാണ്, പിന്നെ ഞാൻ പേടിക്കണ എന്തിനാ? ഫഹുവ യഹ്ദീൻ, എനിക്ക് വഴി കാണിക്കുന്നവൻ അവനാണ്, പിന്നെ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താത്ത, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്നത്? അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചു, വഹ്ദീൻ, എനിക്കവൻ മാർഗം കാണിക്കുന്നു, വല്ലദീ ഹുവ യുത്ഇമുനി വയുസ്കീൻ, എന്നെ തീറ്റിക്കുന്നവൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ തീറ്റിപ്പിക്കുന്നവൻ അവനാണ്, എന്നെ കുടിപ്പിക്കുന്നവൻ അവനാണ്, പിന്നെ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ആദർശത്തെ ബലികഴിക്കുന്നത്? എൻ്റെ റബ്ബിലേക്ക്, ആ റബ്ബിലേക്കാണ് ഞാൻ പോകുന്നത് അല്ലേ? ഇദാ മരിദുതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ, ഞാൻ വീണുപോയാൽ, എൻ്റെ ഈ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അവനാണ്. ഇതാണ് റബ്ബിനെ പരിചയപ്പെടുത്തിയത്. എന്നിട്ടാണ് ആ മനുഷ്യർ മില്ലത്തിൽ ഇബ്രാഹിമിലായിരിക്കേണ്ട മനുഷ്യർ ആണെന്ന് പറയുന്ന മനുഷ്യന്മാർ രോഗം വരുമ്പോൾ ഔലിയാരുടെ അടുത്തേക്ക് പോകുന്നത്. ഔലിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മക്ബറകളിലേക്ക് ഓടുന്ന, അല്ലെങ്കിൽ മൗലവിമാരുടെ, മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക്, തങ്ങന്മാരുടെ അടുത്തേക്ക് എങ്ങനെ പോകാൻ കഴിയും? അവിടെ ചെന്നിട്ട് ശിഫ ചോദിക്കാൻ എങ്ങനെ കഴിയും? അള്ളാഹുവാണ്. എനിക്ക് രോഗം വന്നാൽ എന്നെ ശിഫ നൽകുന്നവൻ അള്ളാഹുവാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തുന്ന ആ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മളും പരിചയപ്പെടുത്തേണ്ടത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങളെ മുഴുവൻ തൻ്റെ മകനെ കിട്ടിയപ്പോൾ കാലങ്ങളോളം തൻ്റെ കുടുംബവുമായി ജീവിച്ചിട്ട് മക്കളില്ലാതിരുന്നിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന പ്രതീക്ഷ, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടേയിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ പ്രാർത്ഥിക്കണം. റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്
സന്താനത്തെ നൽകണേ. അങ്ങനെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെയായിരുന്നു പ്രവാചകന്മാർ. നല്ല മക്കളെ നൽകണേ. ബുദ്ധിയുള്ള, വിവേകമുള്ള, നന്മകൾ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, റബ്ബിലേക്ക് സർവവും സമർപ്പിക്കുന്ന സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്നുള്ള പ്രാർത്ഥന. അല്ലാതെ വലിയ വലിയ ലോകത്തെ മുഴുവൻ വലിയ വലിയ ആ പദവികളും അതുപോലെ തന്നെ ബിസിനസ്സുകളും നടത്തി വലിയ വലിയ ആളുകളാകുന്ന മക്കളെ നൽകണമെന്നല്ല ചിന്തിക്കേണ്ടത്. പകരം നാളെ പരലോകത്ത് എന്നോടൊപ്പം സ്വർഗത്തിൽ പോകേണ്ട മക്കളെ നൽകണേ എന്നുള്ള റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് മാതൃകയുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ മകനെയും ഹാജറ ബീവിയെയും ഭാര്യയെയും ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇറാഖിൽ നിന്നും ഫലസ്തീനിൽ നിന്നും മക്കയിലേക്ക് കൊണ്ടൊഴിവാക്കി. എവിടെയാണ് ഒഴിവാക്കേണ്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഒഴിവാക്കിയിട്ട് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് മാതൃകയുണ്ട്. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, മിൻ ദുർരിയത്തി എൻ്റെ കുടുംബത്തെ, ബിവാദിൻ ഗൈരി ദീ സർഇൻ ഒന്നുമില്ല, ഒരു കൃഷിയുമില്ല, ഒരു മനുഷ്യന് ജീവിക്കാൻ പോകുന്ന ഒന്നുമില്ലാത്ത, വെള്ളമില്ലാത്ത മരുഭൂമി മാത്രം. പക്ഷേ ഞാനിതാ ഇവിടെയാണ് എൻ്റെ കുടുംബത്തെ താമസിപ്പിക്കാൻ നീ കൽപ്പിച്ചിരിക്കുന്നത്. ആ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു, ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ വഹ്യാണ് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒഴിവാക്കണമെന്ന്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. വഹ്യുള്ള പ്രവാചകൻ ദുആ ചെയ്തു. എന്താണ്? അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്ന, എന്തിനും അള്ളാഹു ഉണ്ടാകുമെന്നുള്ള ചിന്തയോടുകൂടി ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഞാനിതാ എൻ്റെ കുടുംബത്തെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു. ഒരു കൃഷിയുമില്ല, ഒന്നുമില്ല, ഒരു സംവിധാനങ്ങളുമില്ല, ജനങ്ങളില്ല, മനുഷ്യരില്ല, ആരുമില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധമായ പള്ളിയുടെ അടുത്താണ്, നിന്റെ വീടിൻ്റെ അടുത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബന ലിയുഖീമസ്സലാ, സുബഹിക്ക് പള്ളിയിൽ പോകാതെ റൂമിൽ കിടന്നുറങ്ങുന്ന, 10 അടി വെച്ചാൽ തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ടായിട്ട് ആ പള്ളിയിലേക്ക് പോകാതെ സുബഹിക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്നവനാണെങ്കിൽ ഈ പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പഠിക്കണം. എന്നിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാ? പള്ളി, എൻ്റെ കുടുംബം നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിന്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നത്. പള്ളിയല്ലാതെ നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് മറ്റൊരിടമില്ല കേട്ടോ. ഫർളായ നിർബന്ധ നമസ്കാരം പള്ളിയിലാണ് നിർവഹിക്കേണ്ടത്. സുബഹിക്ക് കിടന്നുറങ്ങുന്നുവെങ്കിൽ മില്ലത്ത് ഇബ്രാഹിമിലാണെന്ന് പറയാൻ, ചങ്കൂറ്റത്തോട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ലിയുഖീമസ്സലാ, നമസ്കാരം നിലനിർത്താൻ വേണ്ടി. ഫജഅൽ അഫ്ഇദതം മിനന്നാസ്, ഒരു മനുഷ്യരുമില്ല, ചുറ്റും മരുഭൂമി മാത്രം, ഒരു സാധ്യതയില്ല ജനങ്ങൾ വരാൻ, ഒരു സാധ്യതയില്ല, വെള്ളമില്ല, കൃഷിയില്ല, ഭക്ഷണമില്ല, ഒരു രീതിയിലുമുള്ള സംവിധാനങ്ങളില്ല. പക്ഷേ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് എന്താ? ഫജഅൽ, നീ ആക്കി തീർക്കണേ, അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, അവരിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ അടുപ്പിക്കണേ. നോക്കിയ കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരിക്കുന്നത് അള്ളാഹുവിന് എന്തിനും കഴിയും, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ജനങ്ങളെയെല്ലാം അവരുടെ അടുത്തേക്ക് ഹൃദയം അടുപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾ, മകനെ അറുക്കണമെന്ന് പറഞ്ഞു, അറുത്തില്ലേ? അറുക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലേ? അറുക്കണമെന്നുള്ള കൽപ്പന. തിരിച്ചുപോയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കാൻ പ്രായമായപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് നടക്കാനുള്ള ആ ഒരു പ്രായത്തിലെത്തിയപ്പോൾ, ചെറിയ കുഞ്ഞായപ്പോൾ, ചോരക്കുഞ്ഞായപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞു. മക്കളില്ല, കിട്ടിയപ്പോൾ ചോരക്കുഞ്ഞായപ്പോൾ തന്നെ അവിടെ ഹാജറ ബീവി സഫയുടെയും മർവയുടെയും ഇടയിൽ കിടന്ന് ഓടുന്നുണ്ട്. തൻ്റെ കുട്ടിക്ക് പാലില്ലാതെ, മാറിടത്തിൽ പാലില്ലാതെയായപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊരവസ്ഥയുണ്ട്. അവിടെ അള്ളാഹു ഇറക്കി കൊടുത്ത ആ ഭൂമിയിൽ നിന്നും പൊട്ടിപ്പോന്ന പൊട്ടിപ്പുറപ്പെട്ട ആ അരുവി, സംസം എന്ന അരുവി അവിടെ നൽകിക്കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ തിരിച്ചു മക്കയിലേക്ക് വന്നുകൊണ്ട് മകനെ അറുക്കണമെന്നുള്ള കൽപ്പന സ്വപ്നത്തിലൂടെ വന്നപ്പോൾ ഒരു സങ്കോചവുമില്ല. സ്വപ്നമാണല്ലോ, ഞാൻ എങ്ങനെ അറുക്കും,
എങ്ങനെ ഞാൻ എൻ്റെ മകനോട് പറയും? ഇതൊന്നും ചിന്തിച്ചില്ല. തിരിച്ചു പോയിട്ട് മകനോട് പറയുകയാണ്, മോനെ, ഞാനിതാ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കാര്യം കണ്ടിരിക്കുന്നു, എന്താണ് നിന്റെ അഭിപ്രായം? മകനോട് അഭിപ്രായം ചോദിച്ചു. അതായിരുന്നു നല്ലൊരു വാപ്പ. മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് അള്ളാഹു കൊടുത്ത റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് പറയുന്ന ആ മകൻ മറുപടി കൊടുത്തത് ഇഫ്അൽ മാ തുഅ്മർ, അള്ളാഹു കൽപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ പ്രവർത്തിച്ചുകൊള്ളോ, ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ അതിൽ ക്ഷമിക്കുന്നവനായിട്ട് താങ്കൾക്ക് കാണാൻ കഴിയും എന്നുള്ള ഒരു മറുപടി മകനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു സമയം ചിന്തിച്ചു നോക്കി. നമ്മുടെ മക്കളെ ആ രീതിയിലാക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമർപ്പിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ തയ്യാറായി. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫലമ്മാ അസ്ലമ, അവർ രണ്ടുപേരും ആ വിധിക്ക് കീഴൊതുങ്ങി മുസ്ലിമാവുക. ഫലമ്മാ അസ്ലമ, അവർ രണ്ടുപേരും ആ വിധിക്ക് കീഴൊതുങ്ങിയപ്പോൾ അങ്ങനെ അള്ളാഹു പകരമായിട്ട് ഒരു ആടിനെ അറുക്കണമെന്നുള്ള ആ നിർദ്ദേശവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ ഇബ്രാഹിം ബികലിമാത്തിൻ, പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചപ്പോൾ, ചില വാക്കുകൊണ്ട് പരീക്ഷിച്ചപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ കരാറിനെയും പൂർത്തീകരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പഠിക്കണം. എന്നിട്ട് നമ്മൾ ഈ വർഷം തീർച്ചയായിട്ടും നമുക്ക് ബാധ്യതയുണ്ട്. എല്ലാ വർഷവും ഒരു 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ മാറ്റിവെച്ചാൽ ഒരു ഭാഗം നമുക്ക് പിടിക്കാൻ കഴിയും. അതുകൊണ്ട് അത് ഏറ്റവും പുണ്യമുള്ള വർഷത്തിൽ ഒരിക്കൽ ചെയ്യാൻ മാത്രം, ആ പുണ്യം കിട്ടണമെങ്കിൽ ആ ദിവസങ്ങളിൽ മാത്രമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. മറ്റു പലതിനും നമുക്ക് പൈസ ഉണ്ടല്ലോ, പല കാര്യങ്ങൾക്കുമുണ്ട്. അതിലൊന്നും നമുക്ക് വേദനയില്ല. നമ്മൾ എത്രയോ പൈസകളാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്, നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. കേവലം ഏതാണ്ട് 400 റിയാലുണ്ടെങ്കിൽ നമുക്ക് ഒരു പങ്കുചേരാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൽ പങ്കുചേരണം. ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റബ്ബിനെ സമർപ്പിക്കണ്ടേ, നമ്മുടെ ധനത്തിന്റെ ഒരു ഭാഗം നമ്മൾ സമർപ്പിക്കണ്ടേ. ഒരു അവസരം കിട്ടുന്നതല്ലേ വർഷം, അടുത്ത വർഷം നമുക്കറിയില്ലല്ലോ. നെയ്യത്ത് വെക്കുക, ഈ വർഷം ഞാൻ ഉണ്ടാകും, ഉളുഹിയ്യത്തിന് ഉണ്ടാകുമെന്നുള്ള നെയ്യത്തുണ്ടാകണം. പല കാര്യങ്ങൾക്ക് വേണ്ടി, എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പൈസകൾ മാറ്റിവെക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിന്റെ ഏറ്റവും കാതലായ വശം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ പറയുന്നുണ്ട്, മക്കളോട് പറയുന്ന യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും തന്റെ മക്കളോട് പറഞ്ഞൊരു വസിയത്തുണ്ട്. ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ നിങ്ങൾക്ക് ദീൻ അള്ളാഹു തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. എന്താണത്? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മരണം നിന്നിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, അപ്പോൾ നിങ്ങൾ മുസ്ലിമായിരിക്കണേ, റബ്ബിന് സമർപ്പിച്ചവനായിരിക്കണേ, റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങിയവനായിരിക്കണേ എന്നുള്ള ആദർശമാണ് മക്കളോട് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ മക്കളോട് പറയാൻ കഴിയണം, മുസ്ലിമായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത മാർഗം മുസ്ലിമായിരുന്നു, അദ്ദേഹം മുസ്ലിമായിരുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മക്കളെ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ അനാവശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടാം. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ മുസ്ലിം അല്ലാതെ ആയി പോകും. പാടില്ല, അനാവശ്യം കാണാൻ പാടില്ല. കൂട്ടുകാരോടൊത്ത് നിങ്ങൾ പോകുമ്പോൾ അനാവശ്യ പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് മരണം വന്നെത്താം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയിൽ വെച്ച് നീ മരിച്ചു പോയാൽ മുസ്ലിം അല്ലാതെ മരിച്ചു പോകും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ ഉപദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഉപദേശിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളെല്ലാം പഠിക്കണം. എത്രയോ പ്രാർത്ഥനകളാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, റബ്ബി ജഅൽനി, എന്നെ നീ ആക്കി തീർക്കണേ, മുഖീമസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവനാക്കി തീർക്കണേ. ആരാണ്? ഒരു പ്രവാചകനാണ്, ഖലീലാണ്. ആ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. നിസ്കാരമില്ലെങ്കിൽ റബ്ബുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം നിലനിർത്തേണ്ട രീതിയിൽ നിലനിർത്താൻ എന്നെ ആക്കി തീർക്കണം
തീർക്കണേ. ഒമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും അള്ളാഹു അക്കൂട്ടരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം മില്ലത്ത് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇബ്രാഹിം മില്ലത്തനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.